പാല് കറന്നിട്ടില്ല. ഇവിടെ ചായയുടെ ആവശ്യത്തിനൊക്കെ ഇവിടെ പാലെടുക്കണം. എന്താണ് കൊമ്പുണ്ട പേടിയാവും കേട്ടോ. വേറെ എല്ലാവർക്കും പേടിയാണേ. വേറെ ഉള്ളവരെ കുത്താനൊക്കെ പോവുകയൊക്കെ ചെയ്യും. നാടൻ ബ്രീഡല്ലേ. വേറെ കൊമ്പന്നെ കണ്ടില്ലേ, ചന്ദ്രൻ്റെ ഷേപ്പിൽ അവരെ കൊമ്പ് നിൽക്കണേ. വേറെ ഉള്ളവരൊക്കെ കുത്താൻ പോവും. എൻ്റെ അടുത്ത് മാത്രം ഒന്നും ചെയ്യൂല എന്നുള്ളൂ. നീ കഴിക്കട്ടെ. അവളെ കറക്കണമെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ഇങ്ങനെ കഴിക്കാൻ വെച്ചെടുക്കണം. അല്ലെങ്കിൽ അവൾ ചവിട്ടാൻ തുടങ്ങും. അല്ലെങ്കിൽ കുറച്ച് വൈക്കോലം എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. അപ്പം ഞാനെന്ത് അപ്പത്തിന് അവിടെ ഒന്ന് കൊളത്തിയോ. അറിയാത്തവർക്കൊന്നും വരെ മാനേജ് ചെയ്യലേ കുറച്ച് റിസ്ക്കാണ്. ചെറിയ കുട്ടിയാകുമ്പോൾ കൊണ്ടുവന്ന് വളർത്തിയതാണ്. അറവിന് കൊണ്ടുപോകുന്നിടത്തുനിന്നേ ഇതിൻ്റെ തള്ളുണ്ടായിരുന്നു. അതിനെ മേടിച്ചില്ല, ഞാൻ കുട്ടീനെ മേടിച്ചുകൊണ്ടുവന്നു. അതിനെ ഇറക്കാൻ കൊടുക്കാനപ്പോൾ ഞാൻ മേടിച്ചുകൊണ്ടുവന്നതാണ്. അങ്ങനെ വളർത്തിയതാ. 3 മാസമൊക്കെ ആകുമ്പോൾ കൊണ്ടുവന്നത് ഇവിടെ. പാല് കറക്കട്ടെ. ഇവരുണ്ട് ഇതിനെ കൊത്താനായിട്ട് ഇവിടെ. അങ്ങനെ കറന്ന് കഴിഞ്ഞു കേട്ടോ. പാല് കറന്നു കഴിഞ്ഞു. ഇനി അവളെ കുട്ടിക്ക് കുടിക്കുള്ളൂ. ഇനി മാണിക്കനെ കൊണ്ടിട്ട്. ചെറിയ പശുവല്ലേ, ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പിടിച്ചാൽ കിട്ടൂല അവളെ. മൂക്കേറിട്ടിട്ടും കൂടി കിട്ടൂല. അങ്ങനത്തെ പ്രശ്നം. അവർക്ക് ഇങ്ങനെ നടന്ന് മേണം. ഈ നാടൻ പശുക്കൾ ആയതുകൊണ്ട് അവർക്ക് നടന്ന് ഇങ്ങനെ കഴിക്കണം ഇഷ്ടം. ജേഴ്സികൾക്ക് ആ പ്രശ്നമല്ല. പക്ഷെ എന്താപ്പം ചെയ്യുക, അതിന് വല്ല കുന്നിൻ്റെ ചോടോ ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ വേണ്ടി വരും. ഇവിടെ ഒന്നും നടക്കില്ല. ഇവിടെ തന്നെ ഇനിയിപ്പോൾ നടക്കാത്ത അവസ്ഥ. നിറയെ ഫ്ലാറ്റുകളാണ്. കാണില്ലേ, ചുറ്റും ഫ്ലാറ്റുകളാണ്. ഇതാണിപ്പോൾ ചുറ്റുമുള്ളത്. എവിടേക്കും വിടാൻ പറ്റൂല. മാണിക്കം ഇവിടെ കുടുങ്ങി നിൽക്കുക. മാണിക്കനെ കൊണ്ടുപോകട്ടെ പാലടിക്കാൻ. ഇതാണിപ്പോൾ ഇവിടെ അവസ്ഥ. ഇന്നലെ വരെ ഞാൻ പോയിട്ട് വീഡിയോ എടുത്ത സ്ഥലമാണ്. പഴയ മരങ്ങളും വള്ളിക്കുടിലൊക്കെ ആയിട്ട് വെട്ടി നിരത്തിയൊക്കെ. ഇവിടെയൊക്കെ ഇനി ഫ്ലാറ്റുകൾ കയറും. ഇന്നലെ അത്രയും പച്ചപ്പായിട്ട് നിന്നിരുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ഇനി ഒന്നും വളർത്താനൊന്നും പറ്റൂല. ഇപ്പുറത്ത് ഫ്ലാറ്റുകൾ, അവിടെ ഫ്ലാറ്റ്, ആ കാണുന്നത് മൊത്തം ഫ്ലാറ്റുകളാണ്. ബാ നടന്നോ, പാലൊടിക്കാൻ നടക്കേ. നമുക്ക് ഇതിനോടൊന്നും ഇഷ്ടമുണ്ടായിട്ട് കാര്യമില്ല. അതിനുള്ളൊരു സൗകര്യം കൂടി വേണം. നമ്മളെ ഇത്തിരി സ്ഥലത്ത് കൂടി ഒന്നും നടക്കൂലേ. ഇവർക്ക് പുല്ലും ഇതൊക്കെ ഇഷ്ടം പോലെ കഴിക്കാൻ വേണം. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഫാമൊക്കെ ഉണ്ടാക്കിയിട്ട്, ഒരു ഫാം ഹൗസൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. നടക്കുമോ നോക്കുക, നമ്മൾ ആഗ്രഹിക്കണം എന്നല്ലേ. ഇവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഏരിയ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഇങ്ങനെ സ്വസ്ഥമായിട്ട് മേഞ്ഞ് നടക്കാനും, കെട്ടിയിടാതെ അവരങ്ങനെ വിട്ട് വളർത്തുക, അങ്ങനെയൊക്കെ ഓരോ സ്വപ്നങ്ങളൊക്കെയാണ്. കഴിക്കട്ടോ. അവനിപ്പോൾ ഇങ്ങനെ കാണുന്ന വലിപ്പമൊന്നുമല്ല, അവന് പ്രായമുണ്ട്. അവൻ വെച്ചൂരിൻ്റെ ഇതാണ്. അപ്പോൾ എത്ര ഹൈറ്റേ വരുള്ളൂ. ആദ്യം അടുത്ത് വെച്ചൂർ പശുക്കളുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ ഇവിടുന്ന് കൊടുത്തൊരു വെച്ചൂർ മൂരി ഉണ്ടായിരുന്നു. അവൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഹൈറ്റേ വരുള്ളൂ. ഇനിയിപ്പോൾ ഒരു 6-7 മാസമൊക്കെ കുട്ടിയാണ്. കൂത്തും നന്നായിട്ട് കുത്തും വരെ. നാടൻ ബ്രീഡല്ലേ. ഈ കാണുന്ന വലിപ്പം കണ്ടു കഴിഞ്ഞാൽ ചെറിയ കുട്ടിയാ തോന്നും. ഒന്നും കൂടി പിടിച്ച് കെട്ടിയിടണം, അല്ലെങ്കിൽ അങ്ങോട്ടേലും ഓടിപ്പോവും. അങ്ങനെ ഞാൻ എൻ്റെ ഓരോ പണികളിലൂടെ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഇനി അടുത്ത വീഡിയോ ഒക്കെ